2024 അങ്ങനെ അവസാനിക്കാറായി. ഡിസംബർ മാസം വന്നെത്തിയിരിക്കുന്നു. കഴിഞ്ഞൊരു വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുതിയ പുതിയ വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുകയും ഒരുപാട് പുതിയ വാഹനങ്ങൾ നിരത്തിൽ വരികയും ചെയ്ത ഒരു സമയമാണ്. 2025 കുറിച്ച് പറയുമ്പോഴും അങ്ങനെ വലിയൊരു സുപ്രതീക്ഷയിലാണ് ഓട്ടോമോട്ടീവ് ആയിട്ടുള്ള ഒരു ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ 3XO ആയിരുന്നു. ഈ മഹീന്ദ്രയുടെ 3XO ഇറങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ ലുക്കുകൾ പോരാ എന്ന് പറയുന്ന ധാരാളം കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വരികയൊക്കെ ഉണ്ടായി. പക്ഷേ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് മഹീന്ദ്ര ഏറ്റവും മികച്ച വാഹനമായിട്ട് 3XO മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ മാസവും 10 തൊട്ട് 15,000 വോളിയം ഓഫ് സെയിൽസ് അതിന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞ മെയ് മാസം മുതലാണ് ഡെലിവറി തുടങ്ങിയത്. ഏകദേശം ഒരു 70,000 യൂണിറ്റുകളെങ്കിലും ഈ വാഹനം വിറ്റിട്ടുണ്ടാകണമെന്നാണ് എൻ്റെ ഒരു മനസ്സിലെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമേൽ ഡിമാൻഡുള്ളൊരു വാഹനമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഹീന്ദ്രയുടെ പല വാഹനങ്ങളും നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടൊന്നും വെയിറ്റിംഗ് പീരീഡ് പൊതുവേ ഇല്ല. എന്നാലും ഈ ഒരു 700 മുതലാണ് ഇങ്ങനെ ഭയങ്കര ഒരു വെയിറ്റിംഗ് പീരീഡ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ 3XOയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റിംഗ് പീരീഡ് ഉള്ള ഒരു വാഹനമാണെന്നുള്ളത്. പല മോഡലുകളും കിട്ടാനായിട്ട് 3 മുതൽ 6 മാസം വരെ എടുക്കും എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള പല വാഹനങ്ങൾക്കും ഇല്ലാത്ത ഒരുപാട് ക്വാളിറ്റികൾ ഈ വാഹനത്തിനകത്ത് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. പ്രധാനമായിട്ട് സോണറ്റ്, ബ്രസ, നെക്സോൺ ഇങ്ങനെയുള്ള 3 വാഹനങ്ങളാണ് ഇതിനൊരു കോമ്പറ്റീറ്റർ ആയിട്ട് നിൽക്കുന്നത്. സബ് കോമ്പാക്ട് എക്സ്യൂവിയിൽ വരുമ്പോൾ അതായത് ഒരു 4 സബ്മീറ്റർ വരുന്ന സമയത്തേക്ക് ഉള്ള ഒരു കോമ്പറ്റീഷൻ നോക്കുമ്പോൾ മറ്റുള്ള എതിരാളികൾക്കില്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെട്ട ഒരു സബ് കോമ്പാക്ട് ആയിട്ടുള്ള SUV ആയിട്ട് നമ്മുടെ മഹീന്ദ്ര 3XO മാറിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ മഹീന്ദ്രയുടെ ആ ഒരു 3XO നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ 6 മാസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് AX5 എന്ന് പറയുന്ന മോഡലിൻ്റെ ആയിരുന്നു. ഇന്ന് ഏറ്റവും ടോപ്പ് മോഡലായിട്ടുള്ള AX7 ലക്ഷറി എന്ന് പറഞ്ഞ മോഡലിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. സോ എഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. ഒരു 4 സബ്മീറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് നമ്മുടെ XUV 3XO എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3995 മില്ലിമീറ്റർ ലെങ്ത് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഈ വാഹനത്തിനാണ്. 2600 മില്ലിമീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. അതുപോലെ തന്നെ വീതിയെ സംബന്ധിച്ച് പറയുമ്പോഴും മറ്റുള്ള കോമ്പറ്റീറ്ററുമായിട്ട് ചിന്തിക്കുമ്പോൾ കുറച്ച് വീതി കൂടുതലുള്ള 1821 മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീതി എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന വാഹനത്തിനകത്ത് സ്പേസിലാണ്. അതായത് നമുക്ക് ലെഗ് സ്പേസ് ഒക്കെ നമുക്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് 2 പേര് ഒരുമിച്ചിരുന്ന അല്ലെങ്കിൽ 3 പേര് ഇരിക്കുന്ന സമയത്ത് നമുക്ക് സൈഡിൽ നമുക്ക് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു 5 സീറ്റർ ആയിട്ട് വരുന്ന ഒരു വെഹിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളായിട്ട് മഹീന്ദ്രയുടെ 3XO മാറുകയാണ്. ഇതിൻ്റെ ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻറ്റുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ട് MX1 എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. MX1, MX2, MX2 Pro, MX3, MX3 Pro, അതുപോലെ AX5, AX5L, AX7, AX7 ലക്ഷറി. ഇത്രയും വേരിയൻ്റാണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. 7,79,000 രൂപ മുതലാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ്. 15,49,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ വില വരുന്നത്. എക്സ്ഷോറൂം പ്രൈസ് ആണ് പറയുന്നത്. അതായത് നമുക്ക് ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം നമുക്കൊരു 9,23,000 രൂപ മുതൽ 19 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഓൺ റോഡ് വില എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള AX7L വരുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വാഹനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ADAS ലെവലുകളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. ADAS ലെവൽ 2 സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ലെവലുകളാണ് അത് ആഡ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അതിനുവേണ്ടിയുള്ള ക്യാമറയും അതുപോലെ തന്നെ റഡാർ യൂണിറ്റും നമുക്ക് വാഹനത്തിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഭയങ്കര ചർച്ചയായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പലർക്കും ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് ആദ്യത്തെ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ഒരു പ്രതാപ് ബോസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഡിസൈൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആദ്യം ഒന്നും ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുന്ന ഡിസൈനുകളാണ് മിക്ക വാഹനങ്ങൾക്ക്. അദ്ദേഹം ടാറ്റയിലിരുന്ന സമയത്തും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വാഹനത്തിന് ഫ്രണ്ട് ഫേസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം മഹീന്ദ്രയുടെ ഗ്രില്ലുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ലോട്ടഡ് ആയിട്ട് വരുന്ന ഗ്രില്ലുകളാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. പറഞ്ഞാൽ ഇതിനകത്ത് പക്ഷേ നമുക്കൊരു ഈ ഒരു സ്ലോട്ടഡ് ഗ്രില്ല് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിന് ഒരു ക്ലോസ്ഡ് ആയിട്ട് വരുന്ന കവേർഡ് ആയിട്ട് വരുന്ന ഗ്രില്ലുകളാണ്. അതൊരു ക്രോം ഫിനിഷിലാണ് ഇത്തരത്തിലുള്ള സ്ലോട്ടുകൾ വരുന്നത്. ഒട്ട് നടുക്കായിട്ട് ട്വിൻ പീക്ക് ആയിട്ട് വരുന്ന ആ ലോഗോയെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു വാഹനം നമുക്ക് 8 കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 8 ഡ്യുവൽ ടോൺ കവേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ചില നല്ല മനോഹരമായിട്ടുള്ള കളർ, ഇതിൻ്റെ ബ്ലേസിങ് റെഡൊക്കെ ഭയങ്കര ഭംഗിയുള്ള കളറുകളായിട്ടാണ് ആൾക്കാർ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു എയർ ഡാം പോർഷനും കാണാം. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രിക്കുള്ള ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന് ഹെഡ് ലാമ്പുകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു
മനോഹരമായിട്ടുള്ള ഒരു സി ഷേപ്പുള്ള ഒരു DRL ഈ വാഹനത്തിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതുകൂടാതെ തന്നെ നമുക്കൊരു LED ആയിട്ട് വരുന്ന ഒരു പ്രൊജക്ടർ ഹെഡ് ലാംപ്സും ഫോഗ് ലാമ്പ് യൂണിറ്റും നമുക്ക് ഈ ഒരു ഇൻസേർട്ടിനകത്ത് ടോട്ടലി കൊടുത്തിരിക്കുന്നതായിട്ട് നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്നതാണ്. ഈ വാഹനത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 201 മില്ലിമീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. ഒരു സബ് കോമ്പാക്ട് ആയിട്ടുള്ള SUV ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നമുക്ക് റഫറായിട്ടുള്ള ടെറൈൻസിലൂടെയൊക്കെ പോയാലും അടി തൊട്ടാതെ ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഫെൻഡേഴ്സിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീതിയേറിയ ഫെൻഡേഴ്സാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതൊരു R17 പ്രൊഫൈൽ വരുന്ന ടയേഴ്സാണ്. ഡയമണ്ട് കട്ട് ആയിട്ട് വരുന്ന അലോയ് വീൽസ് ആണ്. ഈ ഒരു വാഹനത്തിനുള്ള ഒരു പ്രത്യേകത ഞാൻ പറയാം. ഈ ഒരു സെഗ്മെൻറ്റിൽ 4 വീലുകളും ഡിസ്ക് ബ്രേക്ക് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി അല്ലെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വാഹനം എന്ന് പറയുന്നത് 3XO ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച യാത്രാസുഖമാണ്. അത് ഈ ഒരു വാഹനം എടുത്ത ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ മതി. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡ്രൈവബിലിറ്റി ആണെങ്കിലും പുറകെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള കംഫർട്ടുകളാണെങ്കിലും വളരെയധികം കൂടുതലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിന് ഫ്രണ്ടിൽ വരുന്ന സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ മക്ഫേഴ്സിൻ്റെ സ്ട്രട്ടുകളും അതുപോലെ തന്നെ ആ വാഹനത്തിനകത്ത് ആൻറ്റി റോൾ ബാർസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് സ്പ്രിംഗ് ലോഡഡ് ആയിട്ട് വരുന്ന തന്നെ സസ്പെൻഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ട്യൂണിങ് എല്ലാം കൂടെ വരുന്നതുകൊണ്ട് വാഹനത്തിൻ്റെ യാത്രാസുഖം എപ്പോഴും ഇരട്ടിയായിരിക്കും. ഓട്ടോ ഫോൾഡബിൾ ആയിട്ട് വരുന്ന മിറേഴ്സ് ആണ്. ആ മിറേഴ്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അവിടെ ലോഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ 360 ഡിഗ്രിക്കുള്ള ഒരു ചെറിയ ക്യാമറയും അതിനിടയിൽ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഒരു ഭംഗി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഒരു ഹൈറ്റ് കൂടുതലായിട്ട് തോന്നിപ്പിക്കുന്നതിനായിട്ട് ഇതിനകത്ത് ഒരു റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് റൂഫ് റെയിൽസ് ആണ്. ഇതിൻ്റെ ഒരു എൻഡിലേക്ക് വരുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ പിൻഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്റ്റഡ് ആയിട്ട് വരുന്ന ടെയിൽ ലാമ്പുകൾ തന്നെയാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. മുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂഫിൽ ഒരു ആൻറ്റിന നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന സ്പോയിലറും ഹൈ മൗണ്ട് ആയിട്ട് വരുന്ന ഒരു സ്റ്റോപ്പ് ലാമ്പും അതുപോലെ ഡീഫോഗറുള്ള ഗ്ലാസുകളും റിയർ വൈപ്പേഴ്സും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. മഹീന്ദ്രയുടെ ലോഗോ നമുക്കിവിടെ കാണാം. XUV3XO എന്ന് പറയുന്ന റൈറ്റിംഗ് വളരെ മനോഹരമായിട്ട് എംബോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ AX7L എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സിൻ്റെ ലൈറ്റുകളും ഒക്കെ നമുക്ക് ഈ ഒരു പുറകിലെ ഈ ഒരു ക്ലസ്റ്ററിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. വീതിയേറിയ ബമ്പറുകളായിട്ടാണ് വാഹനത്തിന് വന്നിരിക്കുന്നത്. അതുപോലെ റിഫ്ലക്റ്റേഴ്സും അതിനകത്തൊരു ഡിസൈൻ എലമെൻറ്റ്സും നമുക്ക് കാണാനായിട്ട് പറ്റും. റിവേഴ്സ് പാർക്കിങ്ങിന് വേണ്ടിയുള്ള സെൻസറുകളും അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറയും ഈ ഒരു വാഹനത്തിന് പിൻഭാഗത്തായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ഫീൽ തരത്തിലുള്ള വൈറ്റ് കളർ ടോണിൽ അല്ലെങ്കിൽ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ആണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഈ മഹീന്ദ്രയുടെ മിക്ക വാഹനങ്ങൾ ഇറങ്ങുന്ന സമയത്തെല്ലാം വൈറ്റ് ഇൻറ്റീരിയേഴ്സ് കൊണ്ടുവരികയും അത് ഭയങ്കര ചർച്ചകൾക്ക് വിധേയമാവുകയും ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം വൈറ്റ് ഇൻറ്റീരിയേഴ്സ് എത്രയും പെട്ടെന്ന് ചീത്തയാവുമെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണെന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഇത് ക്ലീൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ നീറ്റ്നെസ്സിന് ഒരു ഇരട്ടിയായിട്ടുള്ള ഒരു വാല്യൂ അവിടെ ലഭിക്കുന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് പലരും ഇഷ്ടപ്പെടുന്നുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാഹനത്തിൻ്റെ ഡോർ പാഡിലേക്ക് വരുന്ന സമയത്ത് മറ്റുള്ള സെഗ്മെന്റിൽ ഇല്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ചുണ്ട് ഈ ഒരു ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ ലെതറൊക്കെ ആയിട്ട് വരുന്ന ഒരു ഭാഗങ്ങളാണ്. അതിൻ്റെ സ്റ്റിച്ചുകളും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഭയങ്കര സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള അതുപോലെ നമുക്ക് പവർ വിൻഡോസും സ്വിച്ചസും ബാക്കിയുള്ള കൺട്രോൾസ് നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വാഹനത്തിനകത്ത് ഹർമൻ കാർഡിനാണ് മ്യൂസിക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 7 സ്പീക്കറുകളാണുള്ളത്. 4 ഡോറുകളിലും അതുപോലെ 2 ട്യൂട്ടറുകളും അതുപോലെ സബ് വൂഫറും വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് കയറുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സും അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും ഈ വാഹനത്തിൻ്റെ ഡോർ പാനലിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ലെതറേറ്റ് ആയിട്ട് വരുന്ന സീറ്റുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പെർഫോറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് സീറ്റുകൾ വരുന്നത്. മാനുവലിയാണ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാനും സാധിക്കുന്നത്. ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഒരു 4 സ്പോക്ക് ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് നമ്മൾ കാണുന്നത്. സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് അഡാസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. പ്രത്യേകിച്ച് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. അതുപോലെ തന്നെ നമുക്ക് ലൈൻ ഡിപ്പാർച്ചർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അഡാസിന്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്നതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസ് ആണ് ഈ വാഹനത്തിനകത്ത് പൊതുവെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ സ്റ്റിയറിംഗിൻ്റെ നടുക്കായിട്ട് തന്നെ നമുക്ക് മഹീന്ദ്രയുടെ ലോഗോ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ എയർ ബാഗുകളും കാണാം. ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ XUV3XOയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻറ്റ് മുതൽ 6 എയർ ബാഗുകൾ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ എൻക്യാപ്പ് റേറ്റിംഗിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. അതുപോലെ ABS, EBD, അതുപോലെ ട്രാക്ഷൻ കൺട്രോളുകൾ, അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഇതൊക്കെ ലോഡഡ് ആയിട്ട് വരുന്ന ഒരു വാഹനമാണ് നമ്മുടെ 3XO എന്ന് പറയുന്നത്. ഇതിന് അഡീഷണലി 4 വീൽ ഡിസ്കുകളും ഡിസ്ക് ബ്രേക്കുകളാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അതുപോലെ ഓട്ടോ ഹിൽ ഹോൾഡ്, അതുപോലെ ഐസോഫിക്സ് ചൈൽഡ് സൈൽഡ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്ത് വാഹനം അതീവ സുരക്ഷാകരമായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്.
ഇനി ഒരു വാഹനത്തിന്റെ ഒരു ഡാഷ്ബോർഡിലേക്ക് നോക്കുന്ന സമയത്ത് ഡാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ആ ഡോട്ട് ട്രിംസിൽ കണ്ടതുപോലെ മനോഹരമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ലെതർസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡാഷ്ബോർഡാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കണ്ണിലേക്ക് ആദ്യമായിട്ട് വരുന്ന 10.25 ഇഞ്ചിന്റെ വലിയ സ്ക്രീനാണ്. അഡ്രിനോക്സിന്റെ കണക്ടിവിറ്റിയാണ് വരുന്നത്. ഏകദേശം 80ലധികം കണക്റ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് ഫോൺ നമുക്ക് പെയർ ചെയ്യാനുണ്ട്. ആൻഡ്രോയിഡ് ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും നമുക്ക് വയർലെസ്ലി പെയർ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് പാനലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും 10.25 ആയിട്ട് വരുന്ന മൾട്ടി കളർ ആയിട്ട് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത്, ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് TPMS പോലുള്ള ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്ത് ഡിസ്പ്ലേക്കകത്ത് ആഡഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ AC സിസ്റ്റമാണ്. കാരണം ഇതൊരു ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന AC ആണ്. അതായത് എനിക്ക് ഈ വശത്ത് ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും ആ വശത്ത് വേറൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ടെമ്പറേച്ചർ സോൺ ഈ വാഹനത്തിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് AC-യുടെ വെന്റുകൾ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ഒരു പാറ്റേണുള്ള ഒരു ഭാഗങ്ങൾ, ഡിസൈൻ എലമെന്റിന്റെ ഭാഗമായിട്ടുള്ള പാറ്റേൺസ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വശത്തേക്ക് വരുവാണെങ്കിൽ കോൾഡായിട്ട് വരുന്ന ഒരു ഗ്ലൗ ബോക്സ് ആണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതും എല്ലാം ആ ഒരു വൈറ്റ് കളർ പ്ലാസ്റ്റിക്സിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വശത്താണ് AC-യുടെ ആ ഒരു ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന AC-യുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഫാൻ സ്പീഡുകളും മറ്റുള്ള മോഡുകളും ഒക്കെ ഇത് ഈ വശത്തായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു പാനലിനായിട്ട് ഇവിടെ തന്നെ കുറച്ച് സ്വിച്ചസ് ഒക്കെ ഉണ്ട്. പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്ന പാസഞ്ചർ എയർ ബാഗ് ഓണും ഓഫ് ആക്കാനുള്ള സ്വിച്ചസ് ആണ്. ഈ വശത്തേക്ക് വരുന്ന ട്രാക്ഷൻ കൺട്രോളും അതുപോലെ തന്നെ വാഹനത്തിന്റെ ഡ്രൈവിംഗ് മോഡുകളാണ്. ഈ വാഹനത്തിന് നമുക്ക് 3 ഡ്രൈവിംഗ് മോഡുകളാണുള്ളത്. സിപ്പ്, സാപ്പ്, സൂം, ഇങ്ങനെ 3 ഡ്രൈവിംഗ് മോഡാണ് നമുക്കുള്ളത്. അപ്പം ഓരോന്നും നമ്മളിപ്പോൾ സിറ്റി, എക്കോ, ഡ്രൈവ് എന്നൊക്കെ പറയുന്ന, സ്പോർട്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള മോഡുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിന്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുപോലെ നമുക്ക് കൺവീനിയൻസിന് വേണ്ടി മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു വയർലെസ് ചാർജിങ് പാഡും ഈ ഒരു വാഹനത്തിന്റെ ഈ ഒരു വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 65 വോൾട്ടിന്റെ ഒരു സി പോർട്ടും അതുപോലെ ഒരു USB ഇൻപുട്ടും നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു വാഹനത്തിന്റെ ട്രാൻസ്മിഷനിലേക്ക് വരുന്ന സമയത്ത് ഇതിപ്പോൾ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ട്രാൻസ്മിഷനാണ്. 6 സ്പീഡ് 80 ആണ് വരുന്നത്. അതിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ ഇവിടെയൊക്കെ കുറച്ച് സ്റ്റോറേജ് സ്പേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഹനത്തിന്റെ താക്കോല് വരുന്നത് ഇവിടെയാണ്. അതുപോലെ പാർക്ക് ബ്രേക്കും ഓട്ടോ ഹോൾഡും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെ ഡ്രൈവറിനും കോ ഡ്രൈവറിനും വേണ്ടി വെക്കുന്ന ഒരു ആംബ്രസ്റ്റിന്റെ ഒരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഓപ്പണബിൾ ആണ്. കുറച്ച് ഡീപ്പർ ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കവിടെ സൂക്ഷിക്കാൻ സാധിക്കും. ഓട്ടോ ഡിമ്മിങ് ആയിട്ട് വരുന്ന ഒരു IRVM ആണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഗ്ലാസിന്റെ ഒരു ഡിസൈനാണ്. കാരണം ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കേസിങ് എന്തോ ഇല്ല, ഒരു ഗ്ലാസിനെ നമ്മൾ ഷേപ്പൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ബെസൽ ഷേപ്ഡ് എന്നാണ് ഇതിന് പറയുന്നത്. അത്ര മനോഹരമായിട്ടുള്ള ഒരു IRVM ആണ്. ഇത് കൂടാതെ നമുക്ക് 2 വശത്തും നമുക്ക് സൺവൈസേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഈ വശത്ത് നമുക്ക് ഒരു വാനിറ്റി മിറേഴ്സും അതുപോലെ തന്നെ ഒരു ലൈറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ റൂഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റീഡിംഗ് ലാംപ്സ് മൂൺ ലൈറ്റ് കളറിലാണ് വരുന്നത്. ആ 2 ലൈറ്റ്സ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ വാഹനത്തിനകത്ത് നമുക്ക് പാൻഡമിക് ആയിട്ട് വരുന്ന ഒരു സൺറൂഫാണ്. അത് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ വലിയൊരു, സാധാരണ എല്ലാത്തിനകത്തും ചെറിയൊരു സൺറൂഫാണ് വരുന്നത്. പക്ഷേ ഇതിനകത്തൊരു പാൻഡമിക് ആയിട്ടുള്ള ഒരു സൺറൂഫ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ള ഈ വാഹനത്തിനകത്ത് പറഞ്ഞിരുന്നു 2600 മില്ലിമീറ്റർ ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത് ശരിക്കും ഈ സെക്കൻഡ് റോയിലാണെന്ന് എടുത്ത് പറയാം. കാരണം മിക്ക വാഹനങ്ങളും കൺജസ്റ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് റോ വരുന്ന സമയത്ത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ വാഹനത്തിന്റെ അകത്ത് ഒരു സെക്കൻഡ് റോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചുള്ള സാധാരണ ആവറേജ് ആയിട്ട് പൊക്കമുള്ള ഒരു മനുഷ്യനാണ്. അതായത് 170 സെന്റിമീറ്റർ ഉള്ള 5.6 ഫീറ്റ് ആണ് എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വളരെ സുഖകരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ ഒരു വാഹനത്തിന്റെ പിൻ സീറ്റുകളിലുണ്ട്. ഇതുകൂടാതെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുറകിലിരിക്കുന്നവർക്ക് AC കിട്ടുന്നതിന് വേണ്ടി AC-യുടെ വെന്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു സി പോർട്ടും നോർമൽ ആയിട്ടുള്ള ഒരു 12 വോൾട്ടിന്റെ ചാർജ് ഫെസിലിറ്റീസും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. സീറ്റുകളുടെ ബാക്കിലൊക്കെ നമുക്ക് ഫയൽ പോക്കറ്റ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമ്മൾ വളരെ വേഗത്തിൽ പോകുമ്പോൾ അങ്ങോട്ട് ആടി ഒലയാതിരിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ പൊതുവേ തന്നെ വാഹനത്തിന് അങ്ങനെ വലിയ ഒരു ആടി ഒലച്ചിലില്ല. കാരണം ഈ വാഹനത്തിന്റെ സസ്പെൻഷൻ അത്ര നീറ്റാണ്. എങ്കിൽ പോലും നമുക്ക് പിടിച്ചിരിക്കാനുള്ള ഒരു ഗ്രാബ് റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് ലാംപ്സ് ഈ ഒരു വശത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വീതിയേറിയ സീറ്റുകളാണ്. പെർഫറേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ISO ഫിക്സ് വരുന്നുണ്ട് ചൈൽഡ് സീറ്റിനകത്ത്. ഇത് കൂടാതെ നമുക്ക് സുഖകരമായിട്ടിരിക്കുന്നതിന് വേണ്ടി നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റുകൾ ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 3 പേർക്ക് സുഭിക്ഷമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് 2 പേരാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാൻ പാകത്തിന് നമുക്കൊരു
ഹാൻഡ് റെസ്റ്റും അതുപോലെ ഒരു കപ്പ് ഹോൾഡർ യൂണിറ്റും നമുക്ക് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. 362 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് ഇതിന്റെ സ്വിച്ചസ് ഇച്ചിരി സീക്രട്ട് ആയിട്ട് അകത്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച് ഒരു ദൂരയാത്രയൊക്കെ പോകുമ്പോൾ കുറച്ച് പെട്ടികളും സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരേണ്ടി പറ്റും. ഒരു ചെറിയൊരു പ്രശ്നം കണ്ടുവരുമെന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് കുറച്ച് ഹൈറ്റിലാണ്. അപ്പം കുറച്ച് വെയിറ്റുള്ള സാധനങ്ങൾ എടുത്തു വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഉയർത്തി എടുത്തു വെക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് സ്പെയർ വീലുകളുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ജാക്ക് ലിവേഴ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. സീറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 60-40 ഫോൾഡബിൾ ആയിട്ട് വരുന്ന സീറ്റുകളാണ്. നമുക്ക് ഈ സീറ്റുകൾ നമുക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് മറിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 1000-ലധികം ലിറ്ററിന്റെ ഒരു ബൂട്ട് സ്പേസും നമുക്ക് ഈ വാഹനത്തിനകത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വാഹനത്തിന്റെ ഹുഡ് ഉയർത്തി നോക്കുമ്പോഴാണ് വാഹനത്തിന് എങ്ങനെയാണ് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയെന്ന് മനസ്സിലാകുന്നത്. കാരണം അത്ര നല്ല ബലവത്തായിട്ടുള്ള ഒരു ഹുഡാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു വാഹനത്തിന്റെ എഞ്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 3XOയ്ക്ക് 3 എഞ്ചിൻസ് ആണ്. അതായത് 2 പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിനിന്റെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പെട്രോളിലേക്ക് വരുന്ന സമയത്ത് 1.2 ലിറ്റർ ആണ് വരുന്നത്. ഡീസലിലേക്ക് വരുന്ന സമയത്ത് 1.5 ലിറ്റർ ആണ് വരുന്നത്. ഈ വാഹനം ഒരു TGDA ആണ് വരുന്നത്. ഇത് കൂടാതെ ഒരു മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വരുന്ന ഒരു എഞ്ചിനും കൂടെ നമുക്ക് ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഡീസലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു 1.5 ലിറ്ററിന്റെ ഒരു CRD എഞ്ചിനാണ് വരുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിനകത്തുള്ള TGDA എഞ്ചിനാന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന്റെ ഹോർസ് പവറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഏറെ കരുത്തനായിട്ടുള്ള ഒരു എഞ്ചിനാണ് വാഹനത്തിനകത്തുള്ളത്. ഏകദേശം 129 PS പവറും അതുപോലെ തന്നെ 230 Nm ടോർക്കും ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഡെലിവറി ചെയ്യുന്നുള്ളതാണ്. മൈലേജിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഇവർ കമ്പനി പറയുന്ന ഒരു 19 ഒക്കെയാണ്. നമുക്ക് ഏകദേശം ഓൺ റോഡിലേക്ക് നമുക്ക് ഒരു 16 കിലോമീറ്റർ ഒക്കെ നമുക്ക് കിട്ടുമെന്നാണ് പൊതുവെ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് ആയിട്ട് അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഒരു ചെറിയൊരു ഡ്രൈവിലേക്ക് പോവാണ്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സീറ്റിന്റെ പൊസിഷൻ തന്നെയാണ്. ഒരു കമാൻഡിങ് പൊസിഷനാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. റോഡ് ഹൈലി വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ബോണറ്റിന്റെ എൻഡ് വരെ നമുക്ക് ഈ ഒരു സീറ്റിൽ നിന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 1.1 ലിറ്റർ ആയിട്ട് വരുന്ന പെട്രോളിന്റെ TGDA എഞ്ചിനാണ് വരുന്നത്. ടർബോ ആണ് വരുന്നത്. ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ് എഞ്ചിൻ വരുന്നത്. വളരെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു നമുക്ക് ഓൾറെഡി സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു സ്റ്റാലിൻ എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു മനോഹരമായിട്ടുള്ള പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിന്റെ ഫിഗേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എതിരാളികളെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ ഈ സെഗ്മെന്റിൽ പവർഫുൾ ആയിട്ടുള്ള ഈ പറയുന്ന പോലെ ഹോഴ്സ് പവറും അതുപോലെ ടോക്ക് ഫിഗേഴ്സ് നൽകുന്ന ഒരു എഞ്ചിനാണ്. അപ്പം ഈ ഒരു എഞ്ചിന്റെ ഫിഗേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. നമുക്ക് 129 PS പവർ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 230 Nm ടോർക്കാണ്. മിക്ക വാഹനങ്ങൾക്കും ഈ പറയുന്ന പോലെ ടോർക്ക് ഫിഗേഴ്സ് എപ്പോഴും കുറവായിരിക്കും. ഈ 200-ന് താഴെ ആയിരിക്കും മിക്കതും വരുന്നത്. 170, 180 ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതിന് ഒരു 230 Nm ടോർക്ക് വരെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു നേരിയ മഴക്കാറിന്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈക്ക് വഴിയും ഇച്ചിരി ക്ലിയർ ആണ്. അപ്പം നമുക്കൊന്ന് കാലും എടുത്ത് നമുക്ക് ഓടിക്കാം. അപ്പം ഇതാ കേട്ടോ, എന്ത് പെട്ടെന്നാണ് ഈ വാഹനം ക്രൂയിസ് ചെയ്ത് ആ ഒരു സ്പീഡ് കയറുന്നത് അറിയാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്പീഡ് മാറി കയറുക വരുന്നതായിട്ട് നമുക്കറിയാം. പിന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ്. 6 സ്പീഡ് ആയിട്ട് വരുന്ന AT ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. മാനുവൽ ഓപ്ഷൻസ് നമുക്ക് സെർച്ച് ചെയ്യാണ്ട് നമുക്ക് പറ്റും. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഓടിക്കുമ്പോഴുള്ള ഒരു റൈഡ് ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് നല്ല ഒരു ഡ്രൈവബിലിറ്റി ഉണ്ട് വാഹനത്തിന്. നമ്മൾ ഈ ഓടിച്ചത് വെച്ചല്ല പറയുന്നത്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് ഷൂട്ടിന് പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്തത് അതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി തന്നെയാണ്. അപ്പം ഈ ഒരു വാഹനം നമുക്ക് ഈ പറയുന്ന പോലെ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് നമുക്ക് ഇതിപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന സമയത്ത് 19 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇതേ സമയത്ത് നമുക്ക് ഇതിന്റെ AX5 എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഉണ്ട്. X5 ലക്ഷറി അല്ല, AX5 എന്ന് പറയുന്നത്. ആ വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര വാല്യൂ ഫോർ മണി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് AX5 ആണ് എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനം സെല്ലായിട്ടുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം കാരണം ആ ഒരു വേരിയന്റിനകത്ത് നമ്മുടെ കോമ്പീറ്ററായിട്ട് നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതലാണ്. അതിനകത്ത് കുറവുള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്ത് സൺറൂഫ് ഉണ്ടെങ്കിലും ഒരു പാൻഡമിക് ആയിട്ടുള്ള സൺറൂഫ് വരുന്നില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ADAS ലെവലുകൾ വരുന്നില്ല. 360 ഡിഗ്രി ക്യാമറ വരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഒരു കുറവ് വരുന്നുള്ളൂ. ടോപ്പിൻ്റെ അതായത് ഈ വാഹനത്തിൻ്റെ ഒരു 80% ഫീച്ചേഴ്സ് AX5-ലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വേരിയൻ്റ് അതുകൂടെ ആയിരിക്കും. ഇപ്പോഴും ഇതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഈ വാഹനത്തിന് നിലവിലുണ്ട്. എന്നാലും നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള പല ഡീലേഴ്സിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാഹനം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി മഹേന്ദ്ര നൽകുന്ന ഒരു വാറന്റി ഉണ്ട്. 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറന്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് RSA അതുപോലുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഈ വാഹനം കൊടുക്കുന്നുണ്ട്. മഹേന്ദ്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ച് നമുക്ക് ഏറെ അഭിമാനിക്കാം. കാരണം നമ്മുടെ ഒരു രാജ്യത്തിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടാണ്. കാരണം ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്.
1948 കാലങ്ങൾ മുതലേ നമുക്ക് മഹീന്ദ്ര ഉണ്ടെന്നറിയാം. അന്ന് മുതലേ മികച്ച വാഹനങ്ങളാണ്. മഹീന്ദ്രയുടെ നമുക്കറിയാം ജീപ്പൊക്കെ ആണെങ്കിലും ഈ ഹൈ റേഞ്ചിലൊക്കെ ഓടുന്ന വണ്ടികൾ എന്നൊക്കെ പറയാൻ അൺബ്രേക്കബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്നും നമുക്ക് താർ എത്രയോ ഓഫ് റോഡ് വണ്ടികളെ ഇവിടെ വരവറിയിച്ചത്, പക്ഷേ താറിനെ ബീറ്റ് ചെയ്യാൻ ഇന്ന് ആർക്കും സാധിച്ചിട്ടില്ല. അതുപോലെ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ള വണ്ടിയാണ് XUV 700 എന്ന് പറയുന്നത്. 3XO അതിനും മേലെ കേമനായിട്ട് വന്നിരിക്കുന്നു. ഇനിയും മെച്ചപ്പെട്ട ഒരുപാട് വാഹനങ്ങൾ, പ്രത്യേകിച്ച് 2025 പുലരി ആരംഭിക്കുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഇലക്ട്രിക് കാറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ ലോഞ്ചുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓട്ടോ പാർക്കിംഗ് ഒക്കെ വെച്ചിട്ട് ഇന്ത്യൻ ടെസ്ല എന്നാണ് അത് അറിയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് മഹീന്ദ്ര എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും സെല്ലിംഗ് ആയിട്ടുള്ള ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള 3XO വാങ്ങിക്കാനായിട്ട് ഇനിയും സമയമുണ്ട്. ഡിസംബറിലേക്ക് വരുന്ന സമയത്ത് ഇയർ എൻഡ് ആയിട്ടുള്ള, അതായത് ഇയർ ബാക്ക് വരാതിരിക്കാനായിട്ടുള്ള കുറേ ഓഫേഴ്സ് എന്താണല്ലോ അവർ പ്രൊവൈഡ് ചെയ്യും. ആ സമയത്ത് നല്ല ഡിസ്കൗണ്ട്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലേഴ്സിന് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും വാഹനം മേടിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പേഴ്സണലി റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10ൽ നമുക്കൊരു 8.5 മാർക്സ് നമുക്ക് കൊടുക്കാം. അപ്പം അത്രയും മെച്ചപ്പെട്ട അല്ലെങ്കിൽ അത്രയും ഡ്രൈവ് ക്വാളിറ്റി, അത്രയും സേഫ്റ്റി, അത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണ്. അപ്പം എനിക്ക് വളരെയധികം ഇഷ്ടമൊരു വാഹനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും കൺസിഡർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം പ്രൊപ്പൈ ഷോ.